ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകം വരെ എടുത്തു അല്ലേ. അപ്പം നിഷ്കാമ കർമ്മയോഗം ശ്ലോകം 39 മുതൽ 53 വരെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്രാമത്തെയാണ്? 40-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. ഇനി 41-ാമത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഹിനന്ദ ച ബുദ്ധയോ അവ്യവസായിന. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹിനന്ദ ച ബുദ്ധയോ വ്യവസായിന. വ്യവസായാത്മിക ബുദ്ധി എന്താണത്? കൃഷ്ണാവബോധത്തിലൂടെ ജീവിതത്തിന്റെ പരമമായ പൂർണ്ണത കൈവരിക്കാനാകുന്ന ഉറച്ച വിശ്വാസമാണ് എന്ത്? വ്യവസായാത്മിക ബുദ്ധി. ഇതിനെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത് എന്താണ്? ഉത്കൃഷ്ടമായ ഒന്നിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് എന്ത്? ശ്രദ്ധ, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം അല്ലേ, എന്തൊരു കാര്യത്തിനോടും അചഞ്ചലമായ വിശ്വാസം അല്ലേ, മനസ്സ് ചഞ്ചലപ്പെടാതെ, അല്ലെങ്കിൽ എന്ത് കേട്ട് കഴിഞ്ഞാലും ആ മനസ്സ് മാറാതെ അത്രയും ദൃഢമായിട്ട് ഉള്ള വിശ്വാസമാണെന്ത്? ശ്രദ്ധ എന്ന് പറയുന്നത്. ആണ് അചഞ്ചലമായ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, പൂജിക്കുന്നത്. ഒരാൾ കൃഷ്ണാവബോധത്തിൽ അധിഷ്ഠിതമായ ധർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്താണ്? ഭൗതിക ലോകത്തിലെ ബാധ്യതകളോ കുടുംബ പാരമ്പര്യങ്ങളോ അയാളെ തളച്ചിടുന്നില്ല. മനസ്സിലായി? അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരാള് ഇപ്പം ഭഗവാനോടുള്ള ഭക്തി ആയിക്കോട്ടെ, എന്തു തന്നെയാണ്, ഒരാൾ ആ കൃഷ്ണാവബോധത്തിൽ അധിഷ്ഠിതമായ ധർമ്മങ്ങളിൽ ആ കൃഷ്ണാവബോധം എന്താണോ നിർദ്ദേശിക്കുന്നത്, ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ആ ധർമ്മങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത്? ഭൗതിക ലോകത്തിലെ ബാധ്യതകളോ കുടുംബ പാരമ്പര്യങ്ങളോ അയാളെ തളച്ചിടുന്നില്ല. മീൻസ് മറ്റൊരു പ്രശ്നങ്ങളും എന്ത് നമ്മളെ ബാധിക്കുന്നില്ല. പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം ആ പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു ഒക്കെ നമുക്ക് മനസ്സിലാകും. കാരണം അതിലുപരിയാണ് എന്ത്? നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, ഭഗവാനോടുള്ള വിശ്വാസം, ഭക്തി എന്ന് പറയുന്നത്. കാരണം കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന പ്രവൃത്തികള് നന്മ തിന്മകളെന്ന ദ്വന്ദ്ങ്ങൾക്കും അതീതമാണ്. അവിടെ നന്മയെന്നോ തിന്മകളെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. അതിനുമെല്ലാം എവിടെയാണ്? അതീതമാണ് കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഒരു മരത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കുന്ന സമയത്ത് ശാഖകളിലും ഇലകളിലും താനെ എത്തുന്നത് പോലെ കൃഷ്ണനെ സേവിക്കുന്നതിലൂടെ ഒരാൾക്ക് തന്നോടും ലോകത്തോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതാണെന്ത്? മാധവ സേവ, മാനവ സേവ. മാനവ സേവ മാധവ സേവയല്ല കേട്ടോ. എന്താണ് വേണ്ടത്? മാധവ സേവ മാനവ സേവയാണ്. അതിനെ തിരിച്ച് മനുഷ്യരാക്കിയതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ കൃഷ്ണനെ സേവിക്കുന്നതിലൂടെ ഒരാൾക്ക് തന്നോടും ലോകത്തോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കൃഷ്ണൻ തൃപ്തനായാൽ ലോകം മുഴുവൻ തൃപ്തനാകും. എങ്കിലും കൃഷ്ണന്റെ യഥാർത്ഥ പ്രതിനിധിയും എന്താണ്? വിദ്യാർത്ഥിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് കൃഷ്ണാബോധത്തിലേക്ക് നയിക്കാൻ കഴിവുള്ളവനുമായ ഒരു ആത്മീയ ആചാര്യന്റെ കീഴിൽ കൃഷ്ണാബോധം പരിശീലിക്കുന്നതാണെന്ത്? ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ പ്രതിനിധി ആയിരിക്കണം ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്തറിയാം? ആ ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട് ആ കൃഷ്ണാവബോധത്തിലേക്ക് ശരിയായ രീതിയിൽ നയിക്കാൻ കഴിവുള്ള ആളായിരിക്കും എന്ത്? ആ ഭഗവാന്റെ പരമ്പരയിൽ നിന്ന് വരുന്ന
ആചാര്യൻ. അപ്പം അവരുടെ കീഴിൽ നിന്ന് വേണം എന്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ട്? കൃഷ്ണാവബോധം പരിശീലിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനോടുള്ള ഭക്തി പരിശീലിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഉത്തമമായിട്ടുള്ള മാർഗം. അതിനാൽ കൃഷ്ണാവബോധത്തിൽ വൈദഗ്ധ്യം നേടിയ ഒരാൾ കൃഷ്ണന്റെ പ്രതിനിധിയെ അനുസരിക്കുകയും കൃഷ്ണാവബോധത്തിൽ വൈദഗ്ധ്യം നേടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ആ കൃഷ്ണന്റെ പ്രതിനിധിയെ അനുസരിക്കണം. പിന്നെയോ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ ജീവിത ലക്ഷ്യമായിട്ട് സ്വീകരിക്കുകയും വേണം. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ തൻ്റെ ഗുരുവാഷ്ടകത്തിൽ എന്താണ് പറയുന്നത്? ഇപ്രകാരം പറയുന്നു. കാരണം നമ്മളെല്ലാവരും രാവിലെ മംഗളാരതി ചെല്ലുമ്പോൾ ഗുരുവാഷ്ടകം ചെല്ലുന്നതാണ്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാനഗതി കുതോപി ധ്യായം തു വംസ്തസ്യ യസ്യ സ്ത്രീ സന്ധ്യം വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. യസ്യ പ്രസാദ ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാൻ നഗതി കുതോപി. അപ്പം ആത്മീയ ആചാര്യന്റെ സംതൃപ്തിയിലൂടെ ആര് സംതൃപ്തനാകൂ? ഭഗവാൻ സംതൃപ്തനാകൂ. നഗതി കുതോപി എന്താണ്? ആചാര്യനെ തൃപ്തിപ്പെടുത്താതിരുന്നാൽ കൃഷ്ണാവബോധത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ യാതൊരു വഴിയുമില്ല. അതിനാൽ ഞാൻ ദിവസവും 3 നേരം അദ്ദേഹത്തിന്റെ മഹിമകളെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ആത്മീയ ആചാര്യന്റെ പാദകമലങ്ങളിൽ പ്രണമിക്കുകയും വേണം. അപ്പൊ ഇത് തന്നെയാണ് ഭാഗവതത്തിലും പറയുന്നുണ്ട്. എവിടെ? 11-ാം സ്കന്ധത്തില് 17-ാം അധ്യായം 27-ാം ശ്ലോകത്തില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഗുരുവും ഭഗവാനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെ ഏറ്റവും ആഴത്തില് വ്യക്തമാക്കുന്നത്. ഇതില് ആചാര്യമ്മ വിജാനീയാൻ, ആചാര്യനെ എൻ്റെ തന്നെ സ്വരൂപമായി അറിയണമെന്നാണ് ഭഗവാൻ പറയുന്നത് എന്നും. പിന്നെയോ സർവദേവമയോ ഗുരു, ഗുരു സർവദേവന്മാരുടെയും പ്രതിനിധിയാണ് എന്നും ഭഗവാൻ കൃഷ്ണൻ ആരോട്? നേരിട്ട് ഉദ്ധവരോട് അരുളി ചെയ്യുന്നു. പിന്നെ വേറെ ശ്ലോകത്തില് ബാഹ്യമായ പൂജകളേക്കാൾ ഭഗവാൻ വിലമതിക്കുന്നത് ഗുരുവിനോടുള്ള സമർപ്പണമാണ്. അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഇന്ദ്രിയ തൃപ്തിക്കായുള്ള ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഈ പാതയുടെ സത്ത. ആ ശ്ലോകം ഞാനൊന്ന് പറയാം. എന്താണ്? ആചാര്യമ്മ വിജാനീയാൻ നാവമന്യേത കർഹിജിത് ന മർത്യബുദ്ധ്യ സൂയേത സർവദേവമയോ ഗുരു. ആചാര്യനെ, അതായത് ഗുരുവിനെ എൻ്റെ തന്നെ സ്വരൂപമായി അറിയണം. അവരെ ഒരിക്കലും സാധാരണക്കാരായി കണ്ട് അവമതിക്കരുത്. ഗുരുവിൽ മനുഷ്യബുദ്ധി ആരോപിച്ച് അസൂയപ്പെടുകയും അരുത്. അതാണ് ശരിയായ ശിഷ്യ പരമ്പരയിൽ നിന്ന്, ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വന്ന ഗുരുവിന്റെ കാര്യമാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് ഞാൻ ഗുരുവാണെന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ സമ്പ്രദായത്തിന് പുറത്ത് നിൽക്കുന്ന വ്യക്തികളെ അല്ല ഈ പറയുന്നത്. എന്തെന്നാല് ഗുരു സർവദേവന്മാരുടെയും സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സർവദേവമയോ ഗുരു. അപ്പം ആചാര്യനെ എൻ്റെ തന്നെ സ്വരൂപമായിട്ട് അറിയണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെയാണ് 10-ാം സ്കന്ധത്തില് 80-ാം അധ്യായത്തില് 34-ാം ശ്ലോകത്തിൽ പറയുന്നത് നാഹം ഇജ്യ പ്രജാതിഭ്യാം തപസോ പശമേനച്ച തുഷ്യേയം സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയായഥ. ഇവിടെ എടുത്തു പറയുന്നത് ഗുരു ശുശ്രൂഷയായഥ. നാഹം ജിയ പ്രജാതിഭ്യാം ബാഹ്യമായിട്ടുള്ള പൂജകള്, യജ്ഞങ്ങള് അതുകൊണ്ടോ, പിന്നെയോ ബ്രഹ്മചര്യ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പിന്നെയോ തപസ്സോ പശമേനച്ച തപസ്സുകൊണ്ടോ, ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടോ, പിന്നെയോ തുഷ്യേയം സർവഭൂതാത്മാ എല്ലാ ജീവജാലങ്ങളുടെ ആത്മാവായ ഞാൻ എന്താവില്ല?
തൃപ്തനാവില്ല. ബാഹ്യമായ പൂജകള്, യജ്ഞങ്ങള്, പിന്നെയോ ബ്രഹ്മചര്യ അനുഷ്ഠാനങ്ങള്, പിന്നെ തപസ്, ഇന്ദ്രിയ നിഗ്രഹം, പിന്നെ ഇതെല്ലാം കൊണ്ട് എന്താണ്? തുഷ്യേയം സർവഭൂതാത്മാ, എന്റെ എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായ ഞാൻ എന്താകില്ല? തൃപ്തനാകില്ല. പിന്നെ എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ഭഗവാൻ തൃപ്തനാകുന്നത്? ഗുരു ശുശ്രൂഷയായത, ഒരുവൻ തന്റെ സദ്ഗുരുവിനെ ഭക്തിയോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്താവും? ഭഗവാൻ പറയുന്നു, ഞാൻ എത്രത്തോളം സംപ്രീതനാകുന്നുവോ അത്രത്തോളം എന്ത്? ഭഗവത് ഭക്തിയുടെ പരമകാഷ്ഠ എന്നത് ഗുരുസേവ തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പം ആ ഭഗവത് ഭക്തിയുടെ പരമകാഷ്ഠ എന്ന് പറയുന്നത് ഗുരുസേവ തന്നെയാണ് എന്ന് ഇവിടെയാണ് ഭഗവാൻ എന്ത് ഉറപ്പിച്ചു പറയുന്ന ഭാഗമാണിത്. നമ്മൾ മനസ്സിലാക്കുക എന്താണ്? ഭഗവാൻ തൃപ്തനാവണമെങ്കിൽ എന്ത് വേണം? ബാഹ്യമായ പൂജകൾ കൊണ്ടോ, യജ്ഞങ്ങൾ കൊണ്ടോ, ബ്രഹ്മചര്യ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പിന്നെയോ തപസ് കൊണ്ടോ, ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടോ ഒന്നും ഭഗവാൻ തൃപ്തനാവുകയില്ല. ഭഗവാൻ എങ്ങനെയാണ് തൃപ്തനാകുക? എന്ത് ചെയ്താലാണ്? തുഷ്യേയം സർവഭൂതാത്മാ, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായ ഞാൻ എന്തുകൊണ്ട്? ഞാൻ അത്ര തൃപ്തനാവുകയില്ല. പിന്നെയോ ഗുരു ശുശ്രൂഷയായത, ഒരുവൻ തന്റെ സദ്ഗുരുവിനെ ഭക്തിയോടെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അത്രത്തോളം സംപ്രീതനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത. അതാണ് എല്ലാ മനുഷ്യരും ഗുരുവിനെ സ്വീകരിക്കണം. ശരിയായ ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്നും ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കണം. ആ ഗുരുവിനെ നമ്മൾ ശുശ്രൂഷിച്ചിരിക്കണം. നമ്മൾ ചിലപ്പോൾ നേരിട്ട് ശുശ്രൂഷിക്കാൻ പറ്റില്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാണികൾ കേട്ടിട്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം ഇതിനൊരു ചെറിയ ഒരു ഉദാഹരണോടെ പറയാം. ഒരു നിശ്ചയദാർഢ്യമുള്ള ബുദ്ധിയും പിന്നെ ചിതറിപ്പോകുന്ന ബുദ്ധിയും. ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ദൂരെയുള്ള ഒരു ലക്ഷ്യസ്ഥലത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറയും. വഴിയിൽ ധാരാളം മനോഹരമായ കാഴ്ചകളും പൂന്തോട്ടങ്ങളും ഭക്ഷണശാലകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പല ശിഷ്യന്മാരും എന്ത് പറ്റി? ആ വഴിയിലെ കാഴ്ചകളിൽ മയങ്ങിയിട്ട് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ചിലര് മനോഹരമായ പൂക്കൾ പറിക്കാൻ പോയി, മറ്റു ചിലര് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. ഇവരുടെയൊക്കെ ബുദ്ധി എന്താണ്? പല ശാഖകളായിട്ട് പിരിഞ്ഞു പോയി, ബഹുശാഖ. എന്നാൽ ഒരു ശിഷ്യൻ മാത്രം ഒന്നിനും വശംവദനാകാതെ നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഗുരു അവനോട് ചോദിക്കും, നീ വഴിയിലെ കാഴ്ചകളൊന്നും കണ്ടില്ലേ? അവൻ എന്ത് മറുപടി പറയും? ഗുരുദേവ, അങ്ങ് തന്ന ലക്ഷ്യസ്ഥാനത്തിലായിരുന്നു എന്ത്? എൻ്റെ കണ്ണ്. ആ ലക്ഷ്യം പൂർത്തിയായാൽ ബാക്കിയെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, ആ മരത്തിന്റെ വേരിൽ വെള്ളമൊഴിക്കുന്നവൻ ആ ഇലകളെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്നതുപോലെ കൃഷ്ണാവബോധമാകുന്ന വേരിനെ മുറുകെ പിടിക്കുന്നവന് ജീവിതത്തിലെ മറ്റു എല്ലാ കടമകളും താനേ പൂർത്തീകരിക്കപ്പെടുന്നു. ലക്ഷ്യബോധമില്ലാത്തവനെന്ത്? വഴിയിലെ കാഴ്ചകളില് കുരുങ്ങിപ്പോകുന്നു. അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. 42-ാമത്തെ ശ്ലോകം. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യാ വിഭഞ്ജിത വേദവാദരഥാ പാർത്ത ജ്ഞാന്യദസ്തീതി വാധിന. 43 രണ്ട് ശ്ലോകം കൂടെ ഒരുമിച്ചാണ്. 43-ാമത്തത്. കാമാത്മനാ സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാ ക്രിയാവിശേഷ ബഹൂല ബോഹൈശ്വര്യാഗതിം പ്രതി. സ്വർഗലോകപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ബലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ എന്താകുന്നു? അത്യന്തം ആസക്തരാകുന്നു. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സ്വർഗലോകപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. അതായത്
ഫലാപേക്ഷ. കാരണം നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പൊ അതിലാണ് എല്ലാവരും ആസക്തരാകുന്നത്. ഇന്ദ്രിയ സുഖപൂർത്തിയെയും പിന്നെ ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്നവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്നും ബാധിക്കുന്നു, അല്ലെ, വാദിക്കുന്നതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ഭഗവാനെ സമീപിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ആൾക്കാർ പറയുന്നു. ഇവിടെയാണ് വേദവാദരഥ പ്രാർത്ഥ, അതായത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. അതാണ് വേദത്തിന്റെ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത്. കാരണം വേദത്തിന്റെ ഏറ്റവും വലിയ എന്താണ്, ആ വേദാന്ത സൂത്രത്തിൽ എത്തിയിട്ട് മോക്ഷത്തിലേക്ക് പോകണം. പക്ഷേ എന്ത് പറ്റും വേദപഠിതാക്കൾക്ക്? നമ്മളെ കഴിഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ പഠിച്ച് പോകുന്ന സമയത്ത് പല എന്താവും, നമ്മളെ മോഹിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പലരും ആ വഴിക്ക് പോകും. എന്തും മറന്നു പോകും, ആ ലക്ഷ്യസ്ഥാനം മറന്നു പോകും. ലക്ഷ്യസ്ഥാനം എന്നത് എന്താണ്? നമുക്കത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നേരെ ഭഗവാനിലേക്ക് പോവുക, ഭഗവാന്റെ ഭക്തിയിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യൻ അജ്ഞത കാരണം എന്താണ്, വേദങ്ങളിലോ കർമ്മകാണ്ഡ ഭാഗങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഫലേച്ഛ കർമ്മങ്ങളിൽ എന്താണ് ആസക്തരാണ്. ആര്? മനുഷ്യരെല്ലാവരും തന്നെ. അവർ മോക്ഷത്തെക്കാൾ ഉപരിയായി എന്താണ് കാണുന്നത്? സ്വർഗലോകത്തെ സുഖഭോഗങ്ങളെയും ഇന്ദ്രിയ തൃപ്തിയുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയിൽ നിന്നും മാറി ആൾക്കാർ ചിന്തിക്കുന്നത്. കാരണം ഈ മോക്ഷം ആണ് ഏറ്റവും അൾട്ടിമേറ്റ്. പക്ഷേ ആൾക്കാർ എന്ത് പറ്റി? ആൾക്കാർ ചിന്തിക്കുന്നത് എല്ലാം സ്വർഗം, അല്ലെ? പിന്നെയോ ഈ ശരീരത്തിൽ കിട്ടുന്ന സുഖഭോഗങ്ങള്, പിന്നെ ഇന്ദ്രിയത്തിന്റെ സുഖം, ഇതാണ് ഏറ്റവും വലുതെന്ന് ആൾക്കാർ കാണുന്നത്. കാരണം എന്താ? അതാവുമ്പം വേറെ ഒരു പണിയും എടുക്കണ്ട. അമ്പലത്തിൽ കൊണ്ടുപോയി കുറച്ച് പൈസ കൊടുക്കുക, അല്ലേ? നാമം ജപിച്ചാലായി, ഇല്ലെങ്കിലായി, അതിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ സ്വധർമ്മമൊന്നും അനുസരിക്കാതെ, അതൊന്നും കടമകൾ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പം അതിനെക്കാട്ടിലൊക്കെ ഉപരിയാണ് എന്ത്? മോക്ഷം. സ്വർഗീയ സുഖങ്ങളോടുള്ള ഭ്രമം, മദ്യവും സ്ത്രീകളും ഭൗതിക ഐശ്വര്യങ്ങളും നിറഞ്ഞ സ്വർഗലോകത്തെ ജീവിതമാണെന്ത്? അല്പബുദ്ധികൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്വർഗലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം വരെ ലക്ഷ്യം വെക്കുന്നവരെന്താണ്? അല്പബുദ്ധികളാണ്. അതെന്തുകൊണ്ടാണ്? കാരണം വേദവിജ്ഞാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് ജ്യോതിഷ്ടോമം പോലുള്ള യജ്ഞങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും? സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. വേദങ്ങളിൽ കാരണം എന്തുകൊണ്ടാണ്? പുറത്തു നിൽക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേദങ്ങളുടെ ചട്ടക്കൂട് എന്ന് പറയുന്നത്. അപ്പം അതിൽ എന്താണ്? ഈ ജ്യോതിഷ്ടോമം പോലുള്ള യജ്ഞങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും? സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് വേദങ്ങളിൽ പറയുന്നു. എന്നാൽ വേദവിജ്ഞാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇതാണെന്ന് ഇത്തരം അനുഭവ പരിചയമില്ലാത്തവരെന്ത് ഇതൊന്നു തെറ്റായി ധരിക്കുന്നു. അതുകൊണ്ടാണ് വ്യാസദേവൻ എന്ത് ചെയ്തത്? ഇതെല്ലാം എഴുതിയതിനു ശേഷം അവസാനം എന്ത് ചെയ്തത്? ആ ഭാഗവതം കൊടുത്തത്. അതിനോട് ആർക്കും എന്ത് താല്പര്യമില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷവൃക്ഷം, അതായത് വിഷപുഷ്പങ്ങളോടുള്ള ആസക്തി, അല്ലെങ്കിൽ ഒരു വിഷ അടങ്ങിയിരിക്കുന്ന ഒരു വൃക്ഷത്തിലെ മനോഹരമായ പൂക്കളില് ആകൃഷ്ടരാകുന്ന വിഡ്ഢികളെ പോലെയാണെന്ത്? ഇന്ദ്രിയ സുഖങ്ങളില് മയങ്ങിപ്പോകുന്നവര്. അവരെന്താ സോമരസം പാനം ചെയ്ത് അമരത്വം നേടാമെന്നും ശാശ്വതമായ ശാരീരിക സുഖം ലഭിക്കുമെന്നും ഒക്കെ എന്ത് അവര് വിശ്വസിക്കുന്നു. ഈ കൃഷ്ണാവബോധത്തിലെ തടസ്സം എന്താണ്? ഇത്തരത്തിൽ ലൗകിക സുഖങ്ങളിലും ആഡംബരപൂർണമായ വൈദിക ചടങ്ങുകളിലും മുഴുകിയിരിക്കുന്നവർക്ക് എന്ത് ദൃഢനിശ്ചയത്തോടെ കൃഷ്ണാവബോധത്തില് നിലകൊള്ളാൻ വേണ്ടിയിട്ട് പ്രയാസമാണ്. ഉദാഹരണം, ഒരു സ്വർണ്ണക്കൂട്ടിലെ തത്തയും തുറന്ന ആകാശവും. അപ്പം ഭൗതിക സുഖങ്ങൾ എങ്ങനെയാണ് നമ്മെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ കഥ കേട്ടാൽ പറ്റും. ഒരിക്കലും ഒരു രാജാവിന് വളരെ മനോഹരമായ ഒരു തത്തയെ സമ്മാനമായി ലഭിക്കും. അപ്പം രാജാവ് എന്ത് അതിനായി രത്നങ്ങൾ പതിപ്പിച്ച ഒരു വലിയ സ്വർണ്ണക്കൂട് പണിയും. തത്തയ്ക്ക് കുടിക്കാൻ വെള്ളിപ്പാത്രത്തിൽ പാലും പിന്നെ കഴിക്കാൻ ഏറ്റവും രുചികരമായ പഴങ്ങളും നൽകും. തത്ത ആ സ്വർണ്ണക്കൂട്ടിലെ സുഖ സൗകര്യങ്ങളില്
അത്യന്തം സന്തുഷ്ടനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം സ്വർണ്ണക്കൂട്, വെള്ളിപ്പാത്രം ഇതൊക്കെ കിട്ടിയിട്ട് ആള് സന്തുഷ്ടനാണ്. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ നിന്ന് തെറ്റി ഇങ്ങനെ വന്ന ഒരു തത്ത ഈ സ്വർണ്ണക്കൂടിനരികിലെത്തും. എന്നിട്ട് ഈ തത്തയോട് ചോദിക്കും, സുഹൃത്തെ, നീ എന്തിനാണ് ഈ ചെറിയ ജയിലിൽ കഴിയുന്നത്? പുറത്ത് വിശാലമായ ആകാശമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പറക്കാം. എന്നാൽ ഈ സ്വർണ്ണക്കൂടിലെ തത്ത എന്ത് പറയും മറുപടി? എനിക്കിവിടെ സ്വർണ്ണക്കൂടും രുചികരമായ ഭക്ഷണവുമുണ്ട്, ഇതിനേക്കാൾ വലിയ ഒരു സുഖം എവിടെ കിട്ടാനാണ്? ആ സ്വർണ്ണക്കൂട്ടിലെ സൗകര്യങ്ങളിൽ മയങ്ങി ആ തത്ത തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വാതന്ത്ര്യത്തെ എന്തായി? മോക്ഷത്തെ മറന്നു പോകും. അതാണ് നമ്മുടെയും അവസ്ഥ. നമുക്കും എന്തൊക്കെയോ സുഖങ്ങളാണ്, ഇതാണ് അൾട്ടിമേറ്റ് എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ ജയിലിലാണുള്ളത്. നമുക്കും ഇവിടുന്ന് പുറത്തു കടക്കണം. വിശാലമായ ലോകം എവിടെ? ഗോലോക വൃന്ദാവനം വൈകുണ്ഠത്തിലുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. അപ്പം ഇതിന്റെ ഗുണപാഠം എന്ന് പറയുന്നത് വേദങ്ങളിലെ സ്വർഗ പ്രതീക്ഷകളും ഇന്ദ്രിയ സുഖങ്ങളും ആ തത്തയുടെ സ്വർണ്ണക്കൂട് പോലെയാണ്. അത് മനോഹരമായി തോന്നാമെങ്കിലും സത്യത്തില് ആത്മാവിനെ ഭൗതിക ബന്ധനത്തിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യ വേദാന്തകൃത് വേദവിദേഹചാഹം. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ. വേദത്തില് അറിയേണ്ടത് ആരെയാണ്? എന്നെയാണ്. വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നെയാണ്. എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തിന്റെ ആവശ്യമില്ല. ഭഗവാനാണ് അൾട്ടിമേറ്റ്. അപ്പൊ ആ തത്തയുടെ സ്വർണ്ണക്കൂട്ട് പോലെ അത് മനോഹരമായി തോന്നാമെങ്കിലും സത്യത്തില് ആത്മാവിനെ ഭൗതിക ബന്ധനത്തിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ അവസ്ഥ, നമ്മുടെ ശരീരമാണ് എന്ന് പറഞ്ഞ് ആ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നതൊക്കെ എന്താണ്? ആ ആത്മാവിനെ, നമ്മളെ തന്നെ ഇവിടെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഭഗവാൻ ഇവിടെ എന്ത് പറയുന്നത്? പുഷ്പിതാം വാചം, പുഷ്പിച്ചു നിൽക്കുന്ന വാക്കുകൾ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ ബുദ്ധിമാൻ ഇത്തരം താൽക്കാലിക സുഖങ്ങളിൽ കുടുങ്ങാതെ എന്താണ്? പരമമായ സത്യമായ കൃഷ്ണാവബോധത്തിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അപ്പൊ നമ്മളെല്ലാം എന്ത് വേണം? ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കൃഷ്ണനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അടുത്ത ശ്ലോകം 2.44. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാദൗ ന വിധീയതേ. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാദൗ ന വിധീയതേ. ഭോഗൈശ്വര്യ പ്രസക്താനാം, ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും പിന്നെയോ ഇവകളാൽ പരിഭ്രാന്തരായവർക്കും വ്യവസായാത്മിക ബുദ്ധി, ഇവകളാൽ പരിഭ്രാന്തരായവർക്കും സമാധൗന വിധീയതേ, ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന എന്തുണ്ടാവില്ല? നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഇവിടെ സമാധി എന്ന് പറയുന്നത് എന്താണ്? ഉറച്ച മനസ്സ് എന്നാണ് അർത്ഥം. വൈദിക നിഘണ്ടുവായ നിരുക്ത പ്രകാരം ആത്മതത്വത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവിനായി മനസ്സ് എപ്പോൾ ഉറപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉറപ്പിക്കുന്നുവോ ആ അവസ്ഥയാണ് എന്ത് പറയുന്നത്? സമാധി എന്ന് വിളിക്കുന്നത്. ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനെ. അപ്പൊ ഇതിനുള്ള തടസ്സം എന്താണ്? ഇന്ദ്രിയ സുഖങ്ങളും തടസ്സങ്ങളും. ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ താല്പര്യമുള്ളവർക്കും നശ്വരമായ വസ്തുക്കളാൽ വിഭ്രമിക്കപ്പെട്ടവർക്കും സമാധി ഒരിക്കലും സാധ്യമല്ല. അപ്പം ഒരു വ്യക്തി മരണവേളയില് കൃഷ്ണ എന്ന് വിളിച്ച് ശരീരം ഉപേക്ഷിച്ചാലും അതും സമാധിയാണ്. എപ്പോഴും മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു നിൽക്കുന്ന വ്യക്തി സമാധിയാണ്. അതാണ് യഥാർത്ഥ സമാധി എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സമാധിയല്ല യഥാർത്ഥ സമാധി. അപ്പൊ അത്തരക്കാര്
ഭൗതിക ഊർജത്തിന്റെ, അതായത് ഭൗതിക ഊർജം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ശക്തി, മായ, ആ പ്രക്രിയകളാല് ബന്ധിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ വഴിതെറ്റിക്കപ്പെട്ടവരോ ആണ് ആര്? ഈ ഭൗതിക ഇന്ദ്രിയ സുഖങ്ങളില് താല്പര്യമുള്ളവര്, അല്ലെങ്കിൽ ആ നശ്വരമായ വസ്തുക്കളില് ഭ്രമിക്കപ്പെട്ടവര്. അപ്പം മനസ്സെങ്ങനെയാണ് സമാധിയിലെത്തുന്നത്? ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും, എന്ത് ഗുരുദേവ, എന്തുകൊണ്ടാണ് എനിക്ക് ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ ദർശിക്കാൻ കഴിയാത്തത്? അപ്പം ഗുരു അവനെ ഒരു കുളത്തിനരികിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് കുളത്തിലെ വെള്ളം കാറ്റും തിരമാലകളും കാരണം ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗുരു ചോദിച്ചു, നിനക്ക് നിന്റെ മുഖം ആ വെള്ളത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ? ശിഷ്യൻ പറയും, ഇല്ല ഗുരുദേവ, വെള്ളം ഇളകിക്കൊണ്ടിരിക്കുന്നതിനാൽ എനിക്ക് അവ്യക്തമാണ് അത്. കുറച്ച് സമയം കഴിഞ്ഞ് എന്താണ്, ആ കാറ്റടങ്ങും, കുളത്തിലെ വെള്ളം നിശ്ചലമാവും. അപ്പോൾ ശിഷ്യൻ തൻ്റെ മുഖം കണ്ണാടിയിൽ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ ആ വെള്ളത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഗുരു പറഞ്ഞു, ഇത് തന്നെയാണ് സമാധി. ഇളകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നിന്റെ ചഞ്ചലമായ മനസ്സാണ്. എന്തുകൊണ്ട്? ഈ ഭൗതിക സുഖങ്ങളാൽ അസ്വസ്ഥമാണ് നമ്മുടെ മനസ്സ്. നിശ്ചലമായ വെള്ളമാണ് സമാധി. മനസ്സ് ഭൗതിക ആഗ്രഹങ്ങളാൽ ഇളകാതിരിക്കുമ്പോഴത് മാത്രമേ നിനക്ക് നിന്റെ ആത്മാവിനെ ദർശിക്കാൻ വേണ്ടിയിട്ട് കഴിയൂ. ഇന്നെന്താണ് മനസ്സിലാക്കേണ്ടത്? ഭൗതിക സുഖങ്ങളോടുള്ള ആഗ്രഹം മനസ്സിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു. അവ അടങ്ങുമ്പോൾ മാത്രമേ മനസ്സ് ആത്മജ്ഞാനത്തില് ഉറച്ചു നിൽക്കുകയുള്ളൂ. ആ അവസ്ഥയാണ് സമാധി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഭഗവത്ഗീത വായിക്കണം, ക്ലാസ്സുകൾ കേൾക്കണം, നാമം ജപിക്കണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിവസവും ജപമാലയിൽ ജപിക്കണം. ആ സമയമൊക്കെ എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. പിന്നീട് എപ്പോഴും ഭഗവാനായിരിക്കും നമ്മുടെ മനസ്സിൽ, സ്മരണയിൽ വരിക എന്നുള്ളത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് കൊടുക്കാം. 45-ാമത്തെ ശ്ലോകം ഉറക്കപ്പ. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യ വിഷയ വേദ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ത്രൈഗുണ്യ, പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമാത്മവാൻ, നീ അവയെ അതിക്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങളെ അതിക്രമിക്കണം, വേദത്തിന് പുറത്ത് കിടക്കണം. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കും, സത്വരജസ് തമോ ഗുണങ്ങളെ പറ്റിയിട്ട്. ആ ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായിട്ട് വേണം? ആത്മാവിൽ മനസ്സുറപ്പിക്കണം. യോഗക്ഷേമ ആത്മവാൻ. അവിടെ എല്ലാവരോടും പറയുന്നത് അവിടെ നിന്ന് പുറത്ത് കിടക്കണം. വേദവത രഥപ്പാർത്ത, അതിന് വേദങ്ങളിലെ ആ ചട്ടക്കൂടിൽ, അല്ലെങ്കിൽ നമ്മളെ മയക്കുന്ന ചട്ടക്കൂടിൽ നിന്നും പുറത്ത് കിടക്കണം. വേദവാദരഥപ്രാർത്ഥ കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലേ? അതുകൊണ്ടാണ് അർജുനോട് ഇവിടെ പറയുന്നത് ത്രൈഗുണ്യ വിഷയാവേദ. ആ 3 ഗുണങ്ങൾ, അല്ലെങ്കിൽ ഈ 3 ഗുണങ്ങളെ കുറിച്ചാണ് വേദങ്ങളിലെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ മറികടക്കണം. പിന്നെയോ അതിൽ നിന്ന് മുക്തനായിട്ട് ആത്മാവിൽ മനസ്സുറപ്പിക്കണം. വേദങ്ങളിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളെ കുറിച്ചാണ്. ഈ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് വേദങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ് ആ 3 ഗുണങ്ങളെ മറികടക്കണം. നിസ്ത്രൈഗുണ്യം, അതായത് ആ ഗുണങ്ങളുടെ സ്വാധീനത്തിന് അപ്പുറമുള്ളവനായിട്ട് തീരാൻ ഉപദേശിക്കുന്നു. കൂടാതെ നിർദ്വന്ദ്വോ, ദ്വന്ദ്ങ്ങളിൽ നിന്ന് നീ മുക്തനാകണം. നിത്യസത്വസ്ഥോ, നിത്യമായ സത്വഗുണത്തിൽ നിലകൊള്ളാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു.
ഈ ലോകത്തില് സത്വം എന്നാൽ എന്ത്? നിലനിൽപ്പെന്നും അർത്ഥമുണ്ട്. അതിനാൽ ആത്മീയമായ അസ്തിത്വത്തിൽ അഥവാ നിത്യസത്വത്തിൽ നിലകൊള്ളാനാണെന്ത് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത്. നിർയോഗക്ഷേമ ആത്മവാൻ. ഇവിടെ യോഗം എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ ഭൗതിക ലാഭത്തെയും ക്ഷേമം എന്നത് ലൗകിക സമ്പാദ്യങ്ങളുടെ സംരക്ഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പരിഗണനകൾക്കും അപ്പുറത്തേക്ക് പോകാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെടുകയാണ്. ആത്മവാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ആത്മാവിനെ ആത്മാവുള്ളവൻ എന്നാണ്. ആത്മാവിനെ ഉള്ളവൻ. സ്വഭാവത്താൽ നമ്മൾ ആത്മാക്കളാണെങ്കിലും ആത്മവാൻ ആകുക എന്നതിന് അർത്ഥം ആത്മീയ അവബോധമുള്ളവനായി മാറുക എന്നതാണ്. ഒരാൾക്ക് സമ്പത്തുണ്ടാകാം, ഒരു കുലീന കുടുംബത്തിൽ നിന്നുള്ളവനാകാം. എന്നാൽ ഭൗതിക മോഹങ്ങളാൽ അന്ധനാവുകയോ മതമത്തനാവുകയോ ചെയ്താൽ അയാൾക്ക് ആത്മീയ അവബോധം ഇല്ലാതെ വരാം. അത്രയൊക്കെ സ്വത്തും സമ്പാദ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ആത്മബോധം ഉണ്ടാവണമെന്ന് ഒരിക്കലുമില്ല. അപ്പം ഈ ആത്മീയ അവബോധം കൈവരിക്കുന്നതിന് ഭൗതിക അസ്തിത്വത്തിൽ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന 3 ഗുണങ്ങളെയും മറികടക്കേണ്ടതുണ്ട്. ഭഗവത്ഗീത നൽകുന്ന അറിവ് പ്രത്യേകിച്ച് എന്താണ്? കർമ്മയോഗ പരിശീലനം ഈ ഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നു. ഇവിടെ 38 ശ്ലോകം മുതൽ 46 വരെയുള്ള ഭാഗങ്ങളിൽ കർമ്മബന്ധത്തെ ഫലേച്ഛയോടുള്ള പ്രവർത്തനങ്ങളുടെ പാത, അതാണ് കർമ്മകാണ്ഡത്തെ, അതിനെ കർമ്മയോഗവുമായി നിഷ്കാമ കർമ്മത്തിന്റെ പാതയുമായിട്ടാണ് ഇവിടെ ഭഗവാൻ താരതമ്യം ചെയ്തിരിക്കുന്നത്. ആത്മീയ തലത്തില് നിലയുറപ്പിക്കുന്നതിലൂടെ ഒരാൾ ആത്മാവാൻ ആയിത്തീരുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ദ്വന്ദ്ങ്ങളെ അതിജീവിക്കാനും ആത്മീയമായ നിത്യതയെ സൂചിപ്പിക്കുന്ന നിത്യസത്വത്തിൽ നിലകൊള്ളാനും കൃഷ്ണൻ ആരെ ഉപദേശിക്കുന്നു? അർജുനനെ ഉപദേശിക്കുന്നു. ലാഭനഷ്ടങ്ങളെക്കുറിച്ച്, അതാണ് നിർയോഗക്ഷേമ, ആ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ ആത്മീയ പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുകയാണ് നമ്മളോട്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരാൾക്ക് ആത്മീയ തലത്തിൽ നിലകൊള്ളുന്ന ആത്മാവാൻ ആയിത്തീരാൻ അല്ലെങ്കിൽ ആയി മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം വേദങ്ങളുടെ ലക്ഷ്യം എന്താണ്? പൊതുജനങ്ങളെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ക്രമേണ ആത്മീയ തലത്തിലേക്ക് ഉയർത്താനാണ് വേദങ്ങളിലെ പ്രധാനമായും അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭൗതിക ലോകത്തെ കഠിനമായ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നിന്ന് മുക്തി നേടാനാണ് ഭഗവാൻ വേദവിജ്ഞാനം നൽകിയത്. കർമ്മകാണ്ഡം അവസാനിക്കുമ്പോൾ ഉപനിഷത്തുകളിലൂടെ ആത്മീയ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി തെളിയുന്നു. അതാണ് അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തുടക്കം. പിന്നെ തുടങ്ങി അവസാനം വരണം. ശരീരം ഉള്ളിടത്തോളം എന്തുണ്ടാവും? സുഖം, ദുഃഖം, ലാഭം, നഷ്ടം ഒക്കെ ഉണ്ടാവും. ശീതോഷ്ണങ്ങൾ തുടങ്ങിയവയ്ക്കാൻ ദ്വന്ദ്ങ്ങൾ ഇവയെല്ലാം ഉണ്ടാകും. ഇവയെ സഹിഷ്ണുതയോടെ നേരിടാനും ഭഗവാൻ കൃഷ്ണനിൽ പൂർണ്ണമായി ആശ്രയിക്കാനും പഠിക്കുന്നതിലൂടെ ഒരാൾ അതീന്ദ്രിയ തലത്തിലൂടെ എത്തുന്നു. ഇവിടെയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജീവിതം, അല്ലെ? അദ്ദേഹത്തിന്റെ ആ സമചിത്തത, ഭൗതിക അവസ്ഥകൾക്ക് അതീതമായി കൃഷ്ണാബോധത്തിൽ എങ്ങനെ നിലകൊള്ളാമെന്ന് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജീവിതത്തിൽ ഈ സംഭവം വ്യക്തമാക്കും. എന്താണ്? മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർ രാജ്യം ആർക്ക് കൈമാറി? പരീക്ഷത്തിന് കൈമാറി. വനവാസത്തിന് പോയി. പിന്നെയോ ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയ പരീക്ഷിത്ത് മഹാരാജാവ് അത്യന്തം ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു. അദ്ദേഹം ശമീവ മഹർഷിയുടെ ആശ്രമത്തിലെത്തി വെള്ളം ചോദിച്ചു. എന്നാൽ സമാധിയിലായിരുന്ന മഹർഷി ഇതറിയുകയുണ്ടായില്ല. വിശപ്പും ദാഹവും കാരണം സമിതില തെറ്റിയ രാജാവ് എന്ത് ചെയ്യും? അവിടെ ചത്തു കിടന്ന ഒരു പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിടും. ഇതറിഞ്ഞ മഹർഷിയുടെ മകൻ ആരാണ്? ശൃംഗി. 7 ദിവസത്തിനുള്ളില് തക്ഷകൻ എന്ന പാമ്പ് കടിച്ച് രാജാവ് മരിക്കട്ടെ എന്ന് ശപിക്കും. താൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞ പരീക്ഷത്ത് സാധാരണക്കാരെ പോലെ ഭയന്നില്ല. അദ്ദേഹം തന്റെ കൊട്ടാരവും രാജകൊട്ടാരവും സുഖഭോഗങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു, അല്ലേ? ആ ലാഭനഷ്ടങ്ങളിലും സുഖദുഃഖങ്ങളിലും ഉത്കണ്ഠപ്പെടാതെ അദ്ദേഹം എവിടെ പോയി? ഗംഗാതീരത്ത്
ശുഗമഹർഷിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം ശ്രമിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്നതിനേക്കാൾ തൻ്റെ ആത്മാവ് കൃഷ്ണാവബോധത്തിൽ ഉറപ്പിക്കാനാണ് അദ്ദേഹം തൻ്റെ ആത്മാവിനെ കൃഷ്ണാവബോധത്തിൽ ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 7-ാം ദിവസം തക്ഷകൻ എന്താണ് തക്ഷകനെ ദർശിച്ച സമയത്ത് പോലും അദ്ദേഹം ഭയപ്പെട്ടില്ല. കാരണം അദ്ദേഹം അപ്പോഴും ഭൗതിക ശരീരത്തിന് അപ്പുറമുള്ള അതീന്ദ്രിയ തലത്തിൽ എത്തിയിരുന്നു. നമ്മളും അങ്ങനെ വേണം. നമ്മളും ഇതൊക്കെ പഠിച്ച് ഇതിൽ നിന്നെല്ലാം ആ ദ്വന്ദ്ങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടണം. എന്തിനും റെഡിയായിട്ട് നമ്മളിരിക്കണം. അവസാനം മരണവേളയിൽ എൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ നാരായണ എന്ന് വിളിച്ചിട്ട് വേണം ശരീരം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 46-ാമത്തെ ശ്ലോകത്തിൽ കിടക്കാം. യാവാനർത്ഥ ഉദപാനേ യാവാനാർത്ഥ ഉദപാനേ സർവദഃ സംപ്ലുതോദകേ സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ യാവാനാർത്ഥ ഉദപാനേ സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമല്ല ഒരു വലിയ ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെയാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായത് അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. എന്താണ് വേദങ്ങളിലെ ഉൾപ്പൊരുൾ? ഭഗവാൻ ഗീതയിൽ പറയുന്നത് വേദേശ്യ സർവേർ അഹമേദ്യ വേദ്യോ വേദാന്തകൃർ വേദവിദേഹ ചാഹം. വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടത് ആരെയാണ്? എന്നെയാണ്. വേദം എഴുതിയതും വേദം അറിയുന്നവനും എല്ലാം ആരാണ്? അത് ഞാൻ തന്നെയാണ്. സിമ്പിൾ. ഭഗവാനെ അറിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഉദപാനെ എന്ന് പറയുന്നത് കിണർ പോലുള്ള ചെറിയ ജലസ്രോതസ്സുകളെ സൂചിപ്പിക്കുന്നു. സംപ്ലു തോദകെ എന്നത് നദി പോലെ എല്ലായിടത്തും ഒഴുകുന്ന വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം കിണറുകൾ കൊണ്ട് എന്തു ആവശ്യമാണോ നടക്കുന്നത് അത് ഒഴുകുന്ന ഒരു നദിയിലൂടെയും സാധ്യമാകുമെന്ന് കൃഷ്ണൻ പറയുന്നു. താവാൻ സർവേഷു വേദേഷു, അതുപോലെ വേദങ്ങളുടെ ലക്ഷ്യം അറിയുന്ന ഒരു ബ്രാഹ്മണന്, ഒരു ദിവ്യജ്ഞാനിക്ക് എല്ലാ വേദങ്ങളുടെയും പ്രയോജനം ലഭിക്കുന്നു. അത്തരമൊരു ബ്രാഹ്മണൻ ആ ലക്ഷ്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നു. കാരണം ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, കർമ്മം കൊണ്ട് ഏതൊരാൾക്കും. കാരണം ഇത് അറിയുന്ന ഒരാളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇതിന്റെ സാരം വേദങ്ങൾ 3 ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഒരാൾ ഈ 3 ഗുണങ്ങൾക്ക് അതീതനാകണമെന്നും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞപ്പോഴ് വേദസാധ്യങ്ങളെ പിന്തുടരുന്നത് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം ഉയരും അല്ലേ? അപ്പം ഇത് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അതിന് അതീതമായി പോകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? ഇതൊന്നും ഉപേക്ഷിക്കാനല്ല അവിടെ ഭഗവാൻ പറയുന്നത്, ഉപേക്ഷിക്കണം എന്നല്ല, അതിനും അതീതമാകണം, അതിനും മുകളിലുണ്ട് കാര്യം അല്ലേ? ബ്രഹ്മലോകത്തിന് മുകളിലും ലോകങ്ങളുണ്ട്. അപ്പൊ ഇതിന് അതീതനാകേണ്ടത് എങ്ങനെയാണ്? പരമ്പരാഗത വേദ സംസ്കാരത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത കിണറുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം കഴുകാൻ ഒരു കിണർ, കുടിക്കാനുള്ള വെള്ളത്തിന് മറ്റൊന്ന്, പിന്നെ കുളിക്കാനും മറ്റാവശ്യങ്ങളുമായി വേറെ ഒന്ന് എന്നിങ്ങനെ. എന്നാൽ ഒഴുകുന്ന ഒരു നദി ഉള്ളപ്പോൾ, അതുകൊണ്ടാണ് ഈ അങ്ങനെ ഉദാഹരണം പറയുന്നത് ഭഗവാൻ തന്നെ. അപ്പം ഒഴുകുന്ന ഒരു നദി ഉള്ളപ്പോൾ ആ വെള്ളം ഈ ആവശ്യങ്ങളെല്ലാം ഒരുപോലെ നിറവേറ്റുന്നു. അതുപോലെ വേദസാഹിത്യത്തിൽ വിവിധ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി വ്യത്യസ്തമായ നിർദ്ദേശങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ കർമ്മകാണ്ഡത്തിലെ ഇവയെല്ലാം വേദങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നെ എല്ലാ വേദങ്ങൾക്കും ഒരൊറ്റ അന്തിമ ലക്ഷ്യമുണ്ട്. അതെന്താണ്? എല്ലാവരെയും കൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇവൻ ബ്രഹ്മാവ് പോലും ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അല്ലേ? വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ. വേദങ്ങളിൽ ഭഗവാനെ അങ്ങ് ദുർലഭമാണ്. പിന്നെ
ദുർലഭം ആത്മഭക്തോ സുദുർലഭം ആത്മഭക്തോ. എവിടെയാണ്? ഭക്തന്മാർക്കിടയിൽ അങ്ങ് എന്താണ് സുലഭമായിട്ട് ഉണ്ട്. അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ വന്ന് ഗീതയിൽ പറയുന്നത് വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ. ബ്രഹ്മസംഹിതയിൽ മൊത്തം എന്ത് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് ബ്രഹ്മാവ്. അപ്പോൾ ആ ബ്രഹ്മാവ് നമ്മളെല്ലാം സൃഷ്ടിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നതിനപ്പുറം വേറെ ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ആ കിണറുകൾക്ക്, എല്ലാ കിണറുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ, ആ കിണറുകളിലെല്ലാം ഓരോ കിണറിലും എന്തിനു വേണ്ടിയാണ് ഉള്ളത്, ആ കാര്യങ്ങളെല്ലാം എന്ത് ഒരു നദി ഉണ്ട് എങ്കിൽ ആ നദിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് എന്ത് ഈ വേദങ്ങളിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ വേദങ്ങൾക്കും ഒരു അന്തിമ ലക്ഷ്യമുണ്ട്. എന്താണ്? അതെല്ലാം ആരെയാണ്? എല്ലാവരെയും ഭഗവാൻ കൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു അന്തിമ ലക്ഷ്യം മനസ്സിലാക്കിയാൽ ഈ വ്യത്യസ്തമായ വേദാചാരങ്ങൾ എന്തിനാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അവരത് ഉപേക്ഷിക്കുകയല്ല, മറിച്ച് എന്ത് അതിന് അതീതമായി വളരുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിന് വേണ്ടിയാണ് കിണറുകളുള്ളത്, എന്നാൽ നദിയിൽ ഏത് ആവശ്യവും നിറവേറ്റാൻ കഴിയുന്ന ജലം സമൃദ്ധമായിട്ടുണ്ട്. അതുപോലെ വേദങ്ങൾ പല ആവശ്യങ്ങൾക്കായി പല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? കൃഷ്ണനാണ്. അതാണ് ഇപ്പോഴും പറയുന്നത്, ഇത് വേദേശ്യ സർവേ അഹമേവ്യ വേദ്യോ. അപ്പോൾ എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടത് ആരെയാണ്? കൃഷ്ണനെ മാത്രമാണ് എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നു. അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തേക്ക് മടങ്ങാനും വേണ്ടിയിട്ടാണ് എന്ത് കൃഷ്ണൻ പറയുന്നത്, ഉപദേശിക്കുന്നത്. അപ്പം ഭഗവാൻ ഇതുവരെ തന്നെക്കുറിച്ച് നേരിട്ട് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഈ 3 ഗുണങ്ങളല്ല, മറിച്ച് അതിനപ്പുറമുള്ള ഒന്നാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരാൾ അത് നേടുകയാണെങ്കിൽ അവൻ എല്ലാം അറിയുന്ന ബ്രാഹ്മണസ്യ വിജാനത, യഥാർത്ഥ ജ്ഞാനിയായിട്ട് മാറുന്നു, യഥാർത്ഥ ജ്ഞാനിയായി ബ്രാഹ്മണനായി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിവിടെ ഭാവത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, യജ്ഞപത്നിമാരുടെ കഥ. ഒരിക്കല് ഭഗവാനും കൂട്ടുകാരും എല്ലാവരും കൂടിയിട്ട് എന്ത് കളി അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ പശുക്കളെയൊക്കെ മേയിച്ച് നടക്കുന്ന സമയത്ത് അവർക്ക് വിശപ്പൊക്കെ അനുഭവപ്പെടും. അങ്ങനെ അടുത്ത് തന്നെ ഒരു യാഗം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എന്തു ചെയ്യും? അവിടെ ചെന്നിട്ട് ഭക്ഷണം ചോദിക്കും. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ അങ്ങോട്ടേക്കായിരിക്കും. അപ്പം അവിടെ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണർ എന്ത് വേദങ്ങളൊക്കെ ഉരുവിട്ടിട്ട് വലിയ യജ്ഞയാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൃഷ്ണന്റെ കൂട്ടുകാർ ചെന്ന് അവരോട് ഭക്ഷണം അഭ്യർത്ഥിക്കും. എന്നാൽ ആ പണ്ഡിതന്മാരെന്ത് അവരെ ഗൗനിച്ചതേയില്ല. അവരുടെ ചിന്ത എന്തായിരുന്നു? അവർ ചിന്തിച്ച ഇതായിരുന്നു, ഞങ്ങൾ വലിയൊരു വേദയാഗം ചെയ്യുകയാണ്, അത് പൂർത്തിയാകാതെ ദേവന്മാർക്ക് ഹവിസർപ്പിക്കാതെ ആർക്കും ഭക്ഷണം നൽകാൻ കഴിയില്ല. ഈ കുട്ടികൾക്ക് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിയില്ല. വേദമന്ത്രങ്ങളിലും നിയമങ്ങളിലും കുടുങ്ങിപ്പോയ ആ പണ്ഡിതന്മാര് ആ വേദങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, ആ ഭഗവാൻ തൊട്ടടുത്ത് വിശന്നു നിൽക്കുന്നു എന്ന സത്യം മറന്നുപോയി. അതായത് അവരെന്ത് കിണറുകളിൽ ആ ചട്ടങ്ങളിൽ ശ്രദ്ധിച്ചു, പക്ഷേ മുന്നിലുള്ള സമുദ്രത്തെ, കൃഷ്ണനെ അവർ കണ്ടില്ല. അപ്പം നിരാശരായി മടങ്ങി വന്ന കൂട്ടുകാരോട് കൃഷ്ണൻ പറയും, സാരമില്ല, നിങ്ങൾ പോയി ആ ബ്രാഹ്മണരുടെ പത്നിമാരോട്, ഭാര്യമാരോട് ചോദിക്കും. കുട്ടികൾ ചെന്ന് സ്ത്രീകളോട് കാര്യം പറയും. എന്താണ് പറയും? ഭഗവാൻ വിശന്നിരിക്കുകയാണ് എന്ന് കേട്ട പാതി, കേൾക്കാത്ത പാതി ആ സ്ത്രീകൾ തങ്ങൾ പാചകം ചെയ്തു വെച്ചിരുന്ന എന്താണ് വിശിഷ്ടമായ ഭക്ഷണപാത്രങ്ങളുമായിട്ട് എങ്ങോട്ടോടി? ഭഗവാന്റെ അടുത്തേക്ക് ഓടി. ഭർത്താക്കന്മാരോ ബന്ധുക്കളോ അവരെ തടയാൻ നോക്കിയെങ്കിലും എന്താണ് അവരത് കൂട്ടാക്കിയില്ല. അവർ ചിലപ്പോൾ വേദങ്ങൾ മനഃപ്പാടമാക്കിയില്ലായിരിക്കാം, വലിയ യാഗങ്ങൾ അവർ ചെയ്തിട്ടില്ലായിരിക്കാം. എന്നിട്ടോ പക്ഷെ അവരെന്താണ് വേദങ്ങളുടെ സാരമായ ഭഗവത് പ്രേമം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു.
അവർ വേദങ്ങൾ പഠിച്ചിട്ടില്ല, വേറെ ചിട്ടവട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുണ്ടായിരുന്നു അവരുടെ ഉള്ളില്? ആ വേദങ്ങളുടെ സാരമായിട്ടുള്ള ഭഗവത് പ്രേമം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഭഗവാൻ അവരെ സന്തോഷത്തോട് സ്വീകരിച്ചു. ഈ വിവരമറിഞ്ഞ ബ്രാഹ്മണർക്ക് പിന്നീട് എന്തുണ്ടാവും? വലിയ പശ്ചാത്താപമുണ്ടായി. അവരെന്ത് പറയും? നമ്മുടെ ജന്മം കൊണ്ടോ വേദ പാണ്ഡിത്യം കൊണ്ടോ മൃദംഗം കൊണ്ടോ എന്ത് ഫലം? ആ സ്ത്രീകൾക്കില്ലാത്ത പാണ്ഡിത്യം നമുക്കുണ്ടായിട്ടും നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർക്കാണ് യഥാർത്ഥത്തിൽ വേദങ്ങളുടെ ലക്ഷ്യം മനസ്സിലായത്. അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഭക്തി, ഭഗവാനോട് നേരിട്ടുള്ള ഭക്തി. ഈ കഥയും ഭഗവത്ഗീതയിലെ വചനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ബ്രാഹ്മണരെ സംബന്ധിച്ച് അവര് വേദങ്ങളിലെ നിയമങ്ങളും ചട്ടങ്ങളിലും കുടുങ്ങിപ്പോയവരാണ്. അതായത് ഓരോ ആവശ്യത്തിനായിട്ട് ഓരോ കിണർ തേടുന്നവരാണ്. യജ്ഞപത്നിമാരോ അവർ വേദങ്ങളുടെ അന്തിമ ലക്ഷ്യമായ കൃഷ്ണനെ തിരിച്ചറിഞ്ഞവരാണ് നമ്മളെ പോലെ. അതായത് എല്ലാ കിണറുകളുടെയും ആവശ്യം നിറവേറ്റുന്ന വലിയ ജലാശയത്തെ എന്താണ്? കൃഷ്ണനെ, അല്ലെങ്കിൽ ആ ജലാശയത്തെ കണ്ടെത്തിയവരാണ് ആര്? അവര്. അപ്പം വേദങ്ങൾ പഠിച്ചിട്ടും അതിൻ്റെ ലക്ഷ്യമായ ഭഗവാനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞതാണ്, ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവാരാണ്? ഭഗവാനാണ്. ആർക്കൊക്കെ ചെയ്താലും അത് പോകുന്ന എങ്ങോട്ടാണ്? ഭഗവാന്റെ അടുത്തേക്ക്. എന്ത് നമുക്ക് തരണമെങ്കിലും ഏത് ദേവീ ദേവതമാരുടെ അടുത്ത് പോയി നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അവരെന്ത് ചെയ്യും? അവർ ഭഗവാനിൽ നിന്ന് മേടിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം അവരെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേറെ അവിടെ ഒരു ഡിമാൻഡിനും കാര്യമില്ല. അപ്പം അവര് വേദ നിയമങ്ങൾ അറിയണമെന്ന നിർബന്ധവും ഇല്ല. ആ ഒരു കഥയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി 47-ാമത്തെ ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂ മാ തേ സംഗോ അസ്തു കർമ്മണി. സ്വന്തം നേതകർമ്മം നിർവഹിക്കാനേ നിനക്കധികാരമുള്ളൂ. സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്കധികാരമുള്ള കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. അല്ലെ? നിനക്ക് എന്താണ്? സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. പിന്നെയോ കർമ്മഫലങ്ങളില് യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും അരുത്. അതുകൊണ്ട് കർമ്മണ്യേ വാദികാരസ്ഥെ മാ ഫലേഷു കഥാചന. നമ്മളെല്ലാവരും സ്വന്തം കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഫലം ഭഗവാൻ തരും. എന്താണ്? കർമ്മം ചെയ്യുക, പക്ഷെ ഫലത്തിൽ ആശിക്കരുത്. നമ്മുടെ സ്വഭാവത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി എന്താണ്? പഠിക്കുക. ഒരു സൈനികൻ എന്താണ്? രാജ്യത്തെ സംരക്ഷിക്കുക. അതാണ് എന്താണ് വിധിവിഹിതമായ കർമ്മങ്ങള്. മൂന്ന് രീതിയിൽ പറയാം. ഒന്ന്, വിധിവിഹിതമായ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു വിദ്യാർത്ഥി പഠിക്കുക, ഒരു സൈനികൻ രാജ്യത്തെ സംരക്ഷിക്കുക. പിന്നെ അനിയന്ത്രിതമായ കർമ്മങ്ങൾ, യാതൊരു ചിട്ടയുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ. അതായത് നമ്മുടെ ഇഷ്ടം, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുന്ന രീതിയിൽ. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അകർമ്മം വികർമ്മം, അല്ലേ? കർമ്മം അകർമ്മം വികർമ്മം, ആ രീതിയിൽ വേണമെങ്കിലും ഇതിനെ കാണാം. പിന്നെ എന്താണ് മൂന്നാമത്തത്? കർമ്മം ചെയ്യാതിരിക്കുക, പേടി കൊണ്ടോ മടി കൊണ്ടോ സ്വന്തം കടമകളിൽ നിന്ന് ഒളിച്ചോടുന്നത്. ഒരു ഡോക്ടറുടെ ഉദാഹരണം എടുക്കാം. ഒരു മികച്ച ശസ്ത്രക്രിയാ വിദഗ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി എത്തി. ആ രോഗിയെ രക്ഷിക്കണമെങ്കിൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തണം. അവിടെ ആ ഡോക്ടർക്ക് എന്താണ്? 3 വഴികളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ കടമ, അല്ലേ? രോഗി തന്റെ ബന്ധുവാണോ ശത്രുവാണോ എന്ന്
നോക്കാതെ ശസ്ത്രക്രിയ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നോർത്ത് ഭയപ്പെടാതെ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ശസ്ത്രക്രിയ ചെയ്യുക. ഇതാണ് വിധിവിഹിതമായ കർമ്മം. അപ്പം ഒളിച്ചോടൽ എന്താണ്? അയ്യോ, ശസ്ത്രക്രിയ പരാജയപ്പെട്ടാൽ എൻ്റെ പേര് ചീത്തയാകില്ലേ, അല്ലെങ്കിൽ ഈ രോഗി മരിച്ചാൽ അതിൻ്റെ പാപം എനിക്കാവില്ലേ എന്ന് ഭയന്ന് അദ്ദേഹം മാറി നിൽക്കുക. അതെന്താണ്? പാപമാണ് അല്ലേ? കാരണം എന്ത്? അദ്ദേഹം തൻ്റെ കടമയിൽ നിന്ന് ഒളിച്ചോടി ഒരു ജീവൻ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചതും ഇതാണ്. പിന്നെ എന്ത്? ഫലേച്ഛ 3. ഈ ശസ്ത്രക്രിയ വിജയിച്ചാൽ എനിക്ക് വലിയ തുക പ്രതിഫലം കിട്ടും, പ്രശസ്തി കിട്ടും എന്ന് കരുതി ചെയ്താൽ അദ്ദേഹം ആ ഫലത്തോട് ബന്ധിക്കപ്പെടുന്നു. അപ്പം ഫലം പ്രതീക്ഷിച്ച് ചെയ്ത രീതിയിൽ വന്നില്ലെങ്കിൽ അദ്ദേഹം എന്താകും? ദുഃഖിതനാകും അല്ലെ? ആ ഫലം പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്താലും ആ ഫലം ലഭിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ദുഃഖമുണ്ടാകും. 48ാമത്തെ ശ്ലോകം. യോഗസ്ഥാ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണെന്ത്? യോഗമെന്ന് പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, അർജുന എന്താണ്? ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണ് യോഗമെന്ന് പറയുന്നത്. നമ്മളെന്താണ്? നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ സമചിത്തതയോട് ഈ യോഗം ചെയ്യണം, നാമം ജപിക്കണം, ഭഗവത്ഗീത കേൾക്കണം, ഭഗവത്ഗീത പഠിക്കണം. അപ്പം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് അല്ലേ? ആ ഭക്തിയോഗവും കർമ്മയോഗവും തമ്മിലുള്ള സമന്വയം. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ഭഗവാന്റെ തൃപ്തിക്കായി കർമ്മം ചെയ്യുന്നതിനെയാണ് ഇവിടെ യോഗമെന്ന് വിളിക്കുന്നത്. അതാണ് അതിന് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയാണെന്ത്? ലങ്കാ ദഹനത്തിൻ്റെ കഥ. ഹനുമാന്റെ സേവനവും ഭക്തിയും. അപ്പം രാമായണത്തില് എന്താ പറയുന്നത്? ഹനുമാൻ ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ടെത്തുന്നത് നാം കണ്ടെത്തുന്നുണ്ട്. ആ സന്ദർഭത്തില് ഹനുമാൻ കാണിച്ച മനോഭാവം എന്താണ്? സ്വന്തം താല്പര്യമില്ലായ്മ. ഹനുമാന് ലങ്ക ചുട്ട് പീഡിപ്പിക്കണമെന്നോ രാക്ഷസന്മാരെ കൊല്ലണമെന്നോ വ്യക്തിപരമായ ഒരു ആഗ്രഹവുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം എന്തായിരുന്നു? തൻ്റെ പ്രഭുവായ ശ്രീരാമനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മളും അങ്ങനെയാവണം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താവണം? നമ്മുടെ പ്രഭുവായ കൃഷ്ണനെ സന്തോഷിപ്പിക്കുക. ലങ്കയിൽ പോയാൽ തനിക്ക് എന്ത് ലഭിക്കുമെന്നോ അവിടെ വെച്ച് തനിക്ക് എന്ത് സംഭവിക്കുമെന്നോ ഉള്ള ചിന്ത ഹനുമാൻ ഉണ്ടായിരുന്നില്ല. ജയവും തോൽവിയും അദ്ദേഹം രാമന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. വർണ്ണാശ്രമധർമ്മം ഇതിലൂടെ നമുക്ക് മനസ്സിലായി. എന്ത്? ഹനുമാൻ ഒരു സേവകന്റെ അല്ലെങ്കിൽ ഭക്തന്റെ ധർമ്മമാണ് നിർവഹിച്ചത്. അർജുനൻ ഒരു ക്ഷത്രിയന്റെ ധർമ്മം നിർവഹിക്കണമെന്ന് കൃഷ്ണൻ ആവശ്യപ്പെട്ടതുപോലെ നമ്മളൊരു ഭക്തരുടെ ധർമ്മം നിർവഹിക്കണമെന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നത് പോലെ തൻ്റെ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കുക എന്നതായിരുന്നു ഹനുമാന്റെ യോഗം. ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ പാപമോ പുണ്യമോ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. കാരണം എന്ത്? അദ്ദേഹം അത് ചെയ്തത് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, മറിച്ച് എന്തായിരുന്നു? ഭഗവാന്റെ ആജ്ഞ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തത്. അപ്പോൾ നമ്മളും എന്ത് വേണം? ഭഗവാന്റെ ആജ്ഞ നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ പറയാം. യോഗം എന്നാൽ എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും പുറമേയുള്ള സുഖങ്ങൾക്ക് പിന്നാലെ ഓടും. എന്നാൽ ആ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിനായി തിരിച്ചുവിടുന്നതാണ് യഥാർത്ഥ യോഗം എന്ന് പറയുന്നത്. യജമാനനും സേവകനും. ഭൗതിക ലോകത്ത് നമ്മൾ നമ്മളെ തന്നെ യജമാനനായി കാണുന്നു. എന്നാൽ
കൃഷ്ണാവബോധത്തിൽ നമ്മൾ എന്താണ്? ഭഗവാന്റെ സേവകരാണെന്ന് തിരിച്ചറിയുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്തുക. എന്താണ്? ഓരോരുത്തരും അവരവരുടെ തൊഴിൽ, എന്തു പഠനം, അത് പഠനമാകട്ടെ ജോലിയാകട്ടെ, എന്തും ഭഗവാനോടുള്ള ഒരു അർച്ചനയായി ചെയ്യുമ്പോൾ അത് യോഗമായി മാറുന്നു. ഹനുമാൻ സ്വാമി എല്ലാം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ചെയ്തതുപോലെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അർജുന യുദ്ധം ചെയ്തത് രാജ്യത്തിന് വേണ്ടിയോ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയോ ആയിരുന്നെങ്കിൽ അത് വെറും ഒരു ഭൗതിക കർമ്മമായേനെ. എന്നാൽ കൃഷ്ണന്റെ വാക്ക് കേട്ട് കൃഷ്ണന്റെ പ്രീതിക്കായി മാത്രം യുദ്ധം ചെയ്തപ്പോഴെന്തായി മാറിയത്? അത് ഭക്തിയോഗമായി മാറി. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഭഗവാനായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ആ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വേണ്ടുന്നത്. എല്ലാവരും എന്താണ് വേണ്ടത്? ഭഗവാന്റെ പ്രീതിക്കായിട്ട് ഭഗവത്ഗീത പഠിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഹരിനാമം ജപിക്കണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതാണ് നമ്മളെല്ലാവരും വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ധർമ്മം. അതാണ് ശരിയായിട്ടുള്ള യോഗം എന്ന് പറയുന്നത്. നമ്മുടെ ദൗത്യം അതാണ്, നമ്മുടെ ധർമ്മം അതാണ്, നമ്മുടെ കർമ്മം അതാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുക. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഭഗവാൻ അതിന് അവസരം ഉണ്ടാക്കി തരട്ടെ. അല്ലെങ്കിൽ ഭഗവാൻ അതിന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ.